ഓർഡർ ബൈ എന്ന് പറയുന്ന ക്ലോസ് ആണ്. സോ നമ്മൾ നമ്മുടെ ടേബിൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. സോ നമുക്ക് ഈ ഒരു ടേബിൾ ഈ ഒരു രീതിയിലായിരിക്കും ലഭിക്കുക. സോ നമുക്ക് ഇനി വേണ്ടത് സ്റ്റുഡൻറ്റ് നെയിം നമുക്ക് സോർട്ട് ചെയ്യണം, അതായത് എ ടു സെഡ് സോർട്ട് ചെയ്യണം. സോ അങ്ങനെയെങ്കിൽ അഖിൽ എന്ന് പറയുന്ന പേര് ആദ്യം വരും, സോ അവസാനം സെഡ് വരുന്ന രീതിയിൽ എ ടു സെഡ് ആണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്. സോ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ശേഷം നമുക്ക് ഓർഡർ ബൈ എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് ഉപയോഗിക്കാം. ഓർഡർ ബൈ എന്ന് പറയുന്ന ഈ ക്ലോസ് ഉപയോഗിച്ച ശേഷം സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുക്കുക. സ്റ്റുഡൻറ്റ് നെയിമാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഏതൊരു രീതിയിലാണ് സോർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് എ ടു സെഡ് വേണമെങ്കിൽ നമ്മൾ അസെൻഡിങ് എന്ന് പറയുന്നത് ESC എന്ന് കൊടുക്കണം. സോ നമ്മൾ Z to A ആണെങ്കിൽ DESC എന്ന് കൊടുക്കണം, ഡിസെൻഡിങ്. സോ നമുക്ക് ESC കൊടുത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടേബിൾ ആദ്യം അഖിൽ എ വെച്ചുള്ള പേര് ആദ്യം വരും, അതിനുശേഷം എ ടു സെഡ് എന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്കിത് ഡിസെൻഡിങ് ഓർഡറിലാണ് വേണ്ടതെങ്കിൽ സോ ഡിസെൻഡിങ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എയിൽ തുടങ്ങുന്ന വേർഡ് അവസാനം വരുന്നതായിരിക്കും, സെഡിൽ തുടങ്ങുന്നത് ആദ്യം വരുന്നതായിരിക്കും, Z to A ആയിരിക്കും. സോ DESC എന്ന് കൊടുക്കുക. ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എസ് വെച്ചിട്ടുള്ളത് വരും. സോ നമ്മൾ Z വെച്ചിട്ടുള്ള പേരില്ലായിരുന്നു, അതുകൊണ്ടാണ് എസ് വെച്ചിട്ടുള്ള വരുന്നത്. അവസാനം നമുക്ക് എ വെച്ചിട്ടുള്ള വരും. ഇതുപോലെ നമുക്ക് ഒരു ടേബിളിലെ ഡാറ്റ സോർട്ട് ചെയ്യുന്നതിന് ഓർഡർ ബൈ എന്ന് പറയുന്ന ഈ ക്ലോസ് ഉപയോഗിക്കാം. ഉദാഹരണമായി നമുക്ക് ഏജ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഏജ് എന്ന് കൊടുത്ത് DSC കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ ഏജുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ വരും, 32. താഴെ ഏറ്റവും കുറവ് ഏജുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ വരും. അത് നമ്മളിവിടെ ഡിസെൻഡിങ് കൊടുത്തതുകൊണ്ടാണ്. സോ നമ്മളിവിടെ ASC കൊടുക്കുകയാണെങ്കിൽ ASC കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവുള്ള ഏജ് മുകളിൽ വരും, ഏറ്റവും കൂടിയ ഏജ് താഴെ വരുന്ന രൂപത്തിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ ഇതുപോലെ സോർട്ട് ചെയ്യാൻ സാധിക്കും. സോ സോർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഓർഡർ ബൈ എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.